PCOD എന്ന് പറയുന്നത് വന്ധ്യത ഉണ്ടാക്കുന്ന ഒരു അസുഖമായിട്ടും അതല്ലെങ്കിൽ പീരിയഡ്സ് ഇറഗുലർ ആക്കുന്ന ഒരു അസുഖമായിട്ടും മാത്രമാണോ നിങ്ങൾ കണ്ടിട്ടുള്ളത്? PCOD എന്ന് പറയുന്നത് ലോങ് ടേം കോംപ്ലിക്കേഷൻസ് ശരീരത്തിൽ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു ഡിസീസ് കൂടാണ്. ഇത് നമ്മൾ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്തിട്ടില്ലെങ്കിൽ ഇത് നമ്മുടെ പീരീഡ്സിനെയോ അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റിയോ മാത്രമല്ല ബാധിക്കുന്നത്, സ്കിന്നിനെ ബാധിക്കും, ഹെയറിനെ ബാധിക്കും, വെയിറ്റ് ഇഷ്യൂസ് ഉണ്ടാവും. അതുപോലെ ഒത്തിരി ലോങ് ടേം കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു അസുഖം തന്നെയാണ് PCOD. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ലൈഫ് സ്റ്റൈൽ മാനേജ്മെന്റ് ആണ്. നമുക്ക് പ്രോപ്പറായിട്ട് ഒരു ലൈഫ് സ്റ്റൈൽ മാനേജ്മെന്റ് ഉണ്ട്, PCODന്റെ സിംറ്റംസ് ഒക്കെ ക്ലിയർ ചെയ്യാനെങ്കിൽ കുഴപ്പമില്ല. അതല്ല, നമുക്ക് സിവിയർ സിംറ്റംസ് ഉണ്ട്, അതായത് നമുക്ക് ഈ പറയുന്ന പീരീഡ്സ് ഇഷ്യൂ അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റിയോ അല്ലാതെ തന്നെ ഫേഷ്യൽ ഹെയർ ഗ്രോത്തോ അല്ലെങ്കിൽ ഒബേസിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ ഇതും ഒരു സിംറ്റം തന്നെയാണ് PCODന്റെ. അതായത് നമുക്ക് പിന്നീട് ഹോർമോണൽ ഇംബാലൻസ് പെർസിസ്റ്റന്റ് ആയിട്ട് ഒരാളുടെ ബോഡിയിൽ ഉണ്ട് എന്നുള്ളതിന്റെ സൈൻ ആയിരിക്കാം ഇതൊക്കെ. അപ്പോൾ അതിനെയൊക്കെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് നിങ്ങൾ എടുക്കേണ്ടതാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് അതിന്റെ കോംപ്ലിക്കേഷൻസ് വരാനുള്ള സാധ്യതയുണ്ട്.